ഹായ് ഫ്രണ്ട്സ്, നമുക്കൊന്നൊരു അച്ചാറുണ്ടാക്കിയാലോ സ്പെഷ്യലായിട്ട്. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ മുളകെടുത്ത് നല്ലൊരു കത്തി വെച്ചിട്ടോ അല്ലെങ്കിൽ പപ്പടക്കോലിന് വെച്ചിട്ടോ ഇങ്ങനെ കുത്തി കൊടുക്കണം. ഇങ്ങനെ കുത്തി എല്ലാ മുളകുകളും ഇങ്ങനെ കുത്തിയെടുക്കണം. അതുപോലെ തന്നെ വെളുത്തുള്ളി ഉണ്ടല്ലോ, അത് നടുക്ക് കീറി വെക്കണം കേട്ടോ. അങ്ങനെ നമ്മളെല്ലാതും ചെയ്ത് വെച്ചതിന് ശേഷം കുറച്ച് മുളകെടുത്തിട്ട് അത്യാവശ്യം കുറച്ച് ക്വാണ്ടിറ്റി വേണം. കാരണം ഇത് കുറച്ചധികം അച്ചാറുണ്ടല്ലോ. അപ്പോൾ എരിവ് നമ്മൾ മുളക് പൊടിയോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊന്നും ഉപയോഗിക്കില്ല. വെറും ഈ മുളകും ഈ പച്ചമുളക്, വേപ്പില, അതുപോലെ തന്നെ ഉണക്കമുളക്, അതിലേക്ക് ഉപയോഗിക്കുന്ന ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് ഉണ്ടല്ലോ, അതിൽ വരുന്ന എരിവ്, അങ്ങനെയൊക്കെ കുറച്ച് എരിവ് ഇത് മാത്രമേ ഉള്ളൂ. വേറെ നമ്മൾ മുളക് പൊടി ഉപയോഗിക്കില്ല, അച്ചാറിൻ്റെ പൗഡർ ഉപയോഗിക്കില്ല, അങ്ങനെ ഒന്നും ഉപയോഗിച്ചിട്ടുള്ളൊരു അച്ചാറല്ല ഇത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ചെയ്തിട്ട് വരാം. ചീനച്ചട്ടി അതൊക്കെ നമ്മളവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കൊരു ചെറിയ ചീനച്ചട്ടി അടുപ്പത്ത് വെക്കാം. അതിനു മുമ്പ് ഞാൻ നിങ്ങളോട് ക്ഷമാപണം നടത്തട്ടെ. കാരണം എന്താ വെച്ചാൽ ലോങ് വീഡിയോ ഒക്കെ എടുത്ത വീഡിയോ ഷോർട്സിൻ്റെ ഇതിലായിപ്പോയി. നമുക്ക് കുറച്ച് ഇഞ്ചി പച്ചമുളക് പേസ്റ്റൊക്കെ ചതച്ചിട്ട് വരാവേ. അച്ചാറിന് ആവശ്യമുള്ളത് അപ്പത്തേനും ചട്ടി ഒന്ന് ചൂടാവട്ടെ. ചൂടായ ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ കീറി വെച്ച ആ ഒരു മുളകുണ്ടല്ലോ, അത് മുഴുവനായിട്ടും വെളുത്തുള്ളിയും ഈ മുളകും കൂടി നമുക്കൊന്ന് വറുത്ത് കോരാം കേട്ടോ. ഒന്ന് നന്നായിട്ടൊന്ന് എണ്ണയിൽ കിടന്നിട്ടൊന്ന് ഇതാവട്ടെ, മുരിയട്ടെ. അത്ര വലുതായിട്ട് ബ്രൗൺ കളറിലൊന്നും ആവണ്ട, ഒന്ന് ജസ്റ്റ് കളർ മങ്ങുക. പിന്നെ അത് നമ്മൾ സുർക്കയിലും ഈ മറ്റേ ഞാൻ അച്ചാറിൻ്റെ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ കിടന്നിട്ടൊന്ന് ക്ലിയർ ആയിക്കോളും കേട്ടോ. ഇതതുപോലെ നന്നായി വറുത്ത് കോരാം നമുക്ക് കേട്ടോ. ഒരു പാത്രത്തിലോട്ട് മാറ്റണം. ഞാനിപ്പം മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത പാത്രത്തേക്ക് തന്നെ ഈ സാധനം മാറ്റണം. മുഴുവനായിട്ട് നമുക്ക് മാറ്റിയിട്ട് ഇതിൽ വേണം, ഈ പാത്രത്തിൽ തന്നെയാണ് നമ്മൾ അച്ചാറുണ്ടാക്കുന്നതും. അപ്പോൾ നമ്മൾ പാത്രം വേറെ മാറ്റുന്നൊന്നുമില്ല. കുറച്ച് എണ്ണ കൂടി കൂടുതൽ ഒഴിക്കണം. നമുക്ക് അച്ചാറിന് എപ്പോഴും ഏറ്റവും ബെറ്ററായിട്ട് നിൽക്കേണ്ടത് എണ്ണയും അതുപോലെ തന്നെ ഉപ്പുമാണ്. ഇത് നമ്മൾ അത്യാവശ്യത്തിന് കടുകിട്ട് പൊട്ടിക്കുക. വളരെ സിമ്പിളാണ് കേട്ടോ, അധികം ഭാരമുള്ളതൊന്നുമല്ല. പച്ചമുളകും ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കൂടിയിട്ട് ചതച്ചതും ഈ ഒപ്പം തന്നെയാണ് ഇട്ടത്. ഇട്ട ഉടനെ തന്നെ നമ്മൾ ഈ മുളക് ഇട്ട് കൊടുക്കണം. കാരണം എന്താ വെച്ചാൽ ആ ഒരു ചെറിയൊരു ചൂട് മാത്രമല്ലേ വരുത്തുള്ളൂ. അപ്പോൾ അതിട്ട് കൊടുത്തിട്ട് ഇപ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, വേറെ ഒന്നും നമ്മളിതിൽ ഉപയോഗിക്കില്ല. നമ്മൾ വീട്ടിൽ തന്നെ അച്ചാറിൻ്റെ പണിയുള്ളത് കൊണ്ട് നമ്മൾ അച്ചാറിന് സ്പെഷ്യലായിട്ടുള്ളൊരു കൂട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട്. കായവും അതുപോലെ തന്നെ ഉലുവയും പിന്നെ കടുകെല്ലാം കൂടി വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ റെസിപ്പി ഞാൻ പിന്നീട് ഒരു ദിവസം നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതും ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും കൂടുതലായിട്ട് നിൽക്കണം. ഇഞ്ചി ചെറിയൊരു പീസ് മാത്രം ഇട്ടാൽ മതി കേട്ടോ. അത്യാവശ്യത്തിന് ഞാൻ പറഞ്ഞല്ലോ, ഉപ്പും എണ്ണയും ഇതിന് ഇങ്ങനെ ഒരു പടി മുന്നിട്ട് നിൽക്കണം. എന്നിട്ട് നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ടുള്ള കായപ്പൊടി, ഉലുവ എന്തൊക്കെ കൂടി ചതച്ച് മിക്സ് ചെയ്ത പൗഡർ ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ആവശ്യത്തിന് കേട്ടോ, നമുക്കറിയാലോ, അത് അത്യാവശ്യത്തിനൊക്കെ ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു മഞ്ഞ കളറിലാണ് അച്ചാർ കിട്ടേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഞാനങ്ങനെ സാധാരണ എല്ലാ അച്ചാറിലും ഞാൻ മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യാറില്ല, കളർ പോകണ്ടെന്ന് കരുതിയിട്ട്. പക്ഷേ ഈ അച്ചാറിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്, കാരണം ഒരു തേച്ച് മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ടാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് വരുന്നത്. നമ്മൾ കുറേ കാലമായിട്ട് ഉപ്പ് തിരുപ്പി വെച്ചിട്ടുള്ള ചെറുനാരങ്ങയാണിത്. കാലങ്ങളോളമായിട്ട് ഒരു 2-3 മാസമായിട്ടുണ്ടാവും. നമുക്ക് അച്ചാറിൻ്റെ ചെറിയ പണിയുള്ളത് കൊണ്ട് ആവശ്യാനുസരണം ആരെങ്കിലും എന്തെങ്കിലും സ്പെഷ്യൽ അച്ചാർ ചോദിച്ചു കഴിഞ്ഞാൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളാക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യണം കേട്ടോ. ഇപ്പോൾ നമുക്കിതിൽ ചെറിയ അബദ്ധം പറ്റും എന്താ വെച്ചാൽ, അത്യാവശ്യം കുറച്ച് സുർക്കൊക്കെ ഒഴിച്ച് നല്ല ഭംഗി ഈ മുളകും ഈ ചെറുനാരങ്ങയും ഒക്കെ കൂടിയിട്ട് നമ്മൾ പുറത്തേക്ക് എടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു സ്വാദ് വരുന്നത് കേട്ടോ. അപ്പോൾ അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു പിക്കിളാണ്. എല്ലാവരും ഒന്ന് വീട്ടിലിട്ട് നോക്കണം. നമ്മൾ ആവശ്യത്തിന്, നമുക്കിപ്പോൾ അറിയാമല്ലോ, നമ്മൾ അച്ചാറിൻ്റെ ഒരു സ്മെല്ലും കാര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ കായപ്പൊടി ഉലുവയും വീണ്ടും ചേർക്കുക. എല്ലാതും നമ്മളൊരു ടേസ്റ്റിനനുസരിച്ച് വേണം അച്ചാറിൻ്റെ ഒരു കാര്യത്തിൽ ചെയ്യാനായിട്ട്. അത്യാവശ്യം നല്ല രീതിക്ക് സുർക്കവും ഒഴിച്ചിട്ട്
പുളിനെയും ഉപ്പിനെയും എണ്ണനെയും ഒക്കെ പാകപ്പെടുത്തണം. എന്നിട്ട് കുപ്പിയിലാക്കുന്നതിന് മുമ്പ് കുപ്പിയിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടി എണ്ണ നമ്മൾ ചൂടാക്കിയിട്ട് നല്ല ചൂടാക്കിയതിന് ശേഷം ഈ പാക്ക് ചെയ്ത കുപ്പിയുടെ മുകളിൽ ഒഴിച്ച് വെക്കണം. എന്നെങ്കിലാണ് അത് പൂപ്പൽ വരാണ്ടും മറ്റൊക്കെ നമുക്ക് നല്ല രീതിക്ക് കിട്ടുള്ളൂ. ഞാനിത് കുപ്പിയിലാക്കണ വീഡിയോ ഒക്കെ ഞാൻ എടുക്കാനായിട്ട് വിട്ടുപോയി, സോറി കേട്ടോ. ഇതിൻ്റെ ഒരു പാർട്ട് അതാണ്. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഒരുപാട് നന്ദി എൻ്റെ വീഡിയോ കാണുന്നതിനും